1992 ബ്രസീലിലെ മൊഗ്ദാസ് ക്രൂസസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൊച്ചു പയ്യൻ ജനിക്കുകയാണ്. കൊച്ചുനാൾ മുതൽ തന്നെ ഫുട്ബോളിനോട് വളരെ താല്പര്യമായിരുന്നു. പക്ഷേ ദാരിദ്ര്യം നിറഞ്ഞു നിന്ന ഒരു കുടുംബത്തിലായിരുന്നു അവൻ ജനിച്ചിട്ടുണ്ടായിരുന്നത്. ആയതിനാൽ ബ്രസീലിയൻ തെരുവുകളിൽ അവൻ പലതവണ ചില്ലറ തുട്ടുകൾക്ക് വേണ്ടി കാൽപന്ത് കളിക്കുവാൻ സമയം ചിലവഴിക്കുമായിരുന്നു. എന്നാൽ അവന്റെ പിതാവിന് തന്റെ മകനെ വളർത്തി നാടറിയുന്ന നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആക്കി മാറ്റി തീർക്കാൻ അതിയായ ആഗ്രഹമായിരുന്നു. പക്ഷേ പണമില്ലാത്തത് കൊണ്ട് തന്റെ മകന് വേണ്ടി ട്രെയിനിങ് കൊടുക്കുവാൻ ഒടുവിൽ മൈതാനത്തോട്ട് അവന്റെ പിതാവ് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ട്രെയിനിങ് കൊടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് പിതാവിന് ആക്സിഡന്റ് സംഭവിക്കുന്നതോടുകൂടി കഥ മാറുകയാണ്. പരിശീലനം മുടങ്ങി, അതുപോലെ വരുമാനവും. എന്നാൽ വിട്ടുകൊടുക്കാൻ ഭാവമില്ല എന്ന് ഉറപ്പിച്ച അദ്ദേഹം പിന്നെയും കാൽപന്ത് കളിക്കുവാൻ തുടങ്ങുകയാണ്. അങ്ങനെ ബ്രസീലിയൻ തെരുവുകളിൽ ഫുട്ബോൾ കളിച്ചു നടന്ന ആ പയ്യൻ പതിയെ ഫുട്സ്റ്റാൾ ഗ്രൗണ്ടിലേക്ക് ഫുട്ബോൾ തട്ടാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ തന്റെ 17ാമത്തെ വയസ്സിൽ സാന്റോസ് ക്ലബിലേക്ക് എത്തിച്ചേരുകയാണ്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അയാളെ അനുകരിക്കാൻ വിതുമ്പുന്ന കുഞ്ഞു കുട്ടികൾ പോലും അയാളുടെ വേഗതയേറിയ ഡ്രിബ്ലിംഗ് കണ്ട് മോഹിച്ചു പോയിട്ടുണ്ടാകും. അതേ പരുക്കുകൾ വേട്ടയാടി പദവിയും പട്ടവും വിട്ടുലച്ച് കുത്തിപ്പിടിച്ച് എഴുതേണ്ട ചരിത്ര പുസ്തകത്തിലെ പെൻസിൽ മുന ഒടിയുമ്പോൾ അത് ആവർത്തിക്കരുതെന്ന് പലരും മനസ്സിൽ മനമന്ത്രം ചൊല്ലിയിട്ടുണ്ടാകും. അതേ ഒന്നും അയാൾ അവസാനിപ്പിച്ചിട്ടില്ല. ആ കളി മതിയാക്കിയിട്ടില്ല. കനറ ലോകത്തിലെ കാൽപന്ത് കളിയുടെ സ്കില്ലുകളുടെ നായകനായി അയാൾ ആ ബൂട്ടടിച്ച് കളി മതിയാക്കുന്ന കാലം അത്രയും ലോകം അയാളെ ചേർത്ത് പിടിച്ചേക്കും. സുഹൃത്തെ, ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെയും പറ്റിയല്ല. ഹിസ് നെയിം ഈസ് നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ.